നമസ്തേ, ഞാൻ KP ഭാസ്കരൻ, കാവുങ്കൽ. ബഹുമാനീയരെ, ഞാൻ KP ഭാസ്കരൻ, കാവുങ്കൽ. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മ ആയ നമ്മുടെ ഓമനപുത്രി ഉണർവ് 2025 നവംബർ 28 15 വയസ്സ് പൂർത്തിയാക്കി 16ലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഓമനച്ചങ്കാൽ ചിലങ്ക കിലുങ്കുമാറ് ഓടിക്കളിച്ച് നടന്ന ഈ പൊന്മണി പൈതലിൻ്റെ ബാല്യകാലം മുതലുള്ള ചരിത്രത്തിലേക്ക് ഈ അവസരത്തിൽ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഉണർവ് ജന്മം കൊള്ളുമ്പോൾ എൻ്റെ പ്രായം 67 വയസ്സ്. ഇപ്പോൾ 82 പിന്നിട്ട് 83ലേക്ക് കടന്നിരിക്കുന്നു. ഉണർവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് പ്രായം കൂടുന്നതായി അനുഭവപ്പെടുന്നില്ല. ശാരീരികമായി ചില മാറ്റങ്ങൾ വന്നുവെങ്കിലും മാനസികമായി ഞാൻ ആ പഴയ 67കാരൻ തന്നെയെന്ന് സ്വയം വിശ്വസിക്കുന്നു. ഒട്ടേറെ അനുഭവപാഠങ്ങൾ ഉണർവിലെ സഹപ്രവർത്തകരിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിച്ചു. ഒരു കവിയോ ഗായകനോ അല്ല ഞാൻ, എങ്കിൽ കൂടി കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഒട്ടനവധി ലേഖനങ്ങളും കഥകളും എഴുതി പ്രസിദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഉണർവിൽ വന്നതിന് ശേഷമാണ് ഭോപ്പാൽ വാതക ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തമോ കൂട്ടക്കൊലയോ എന്ന ഗ്രന്ഥവും സഹ്യനും ഹിമാനും ഇടയിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥവും എനിക്ക് നേരിട്ട് ഇടപെടാനും സഹകരിക്കാനും കഴിഞ്ഞ 9 വിശിഷ്ട വ്യക്തികളെപ്പറ്റി വേറിട്ട വ്യക്തികൾ എന്ന ഒരു ഗ്രന്ഥവും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. ഏതാണ്ട് 7 വർഷക്കാലം ഓരോ മാസത്തിലും ജനുവരി ജന്മദിനം ആഘോഷിക്കുന്ന ഉണർവ് അംഗങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയും അവരെ സദസ്സിന് പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ട ചുമതല എനിക്കായിരുന്നു. ആയതിനാൽ ഉണർവിലെ മുഴുവൻ അംഗങ്ങളെയും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിൽ വിളിച്ച് അവരവരുടെ സുഖദുഃഖങ്ങൾ നേരിട്ടറിയുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് ബോധ്യമായി. നമ്മിൽ പലരും ഉണർവിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഉല്ലാസവാന്മാരായി കാണുമെങ്കിലും ഇവരിൽ ചിലരെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ ഒട്ടേറെ അവഗണനയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണെന്ന്. ഒരു മനുഷ്യായുസ്സ് മുഴുവൻ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും അധ്വാനിച്ച ചിലർക്കെങ്കിലും ഇപ്പോൾ ആരോഗ്യവും വരുമാനവും കുറഞ്ഞപ്പോൾ അവഗണനയും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരുന്നു. എല്ലാം മറന്ന് അവരെല്ലാം സന്തോഷിക്കുന്നത് ഉണർവിൽ വരുമ്പോൾ മാത്രം. എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും മുമ്പത്തേക്കാൾ കൂടുതൽ ലഭിക്കുന്ന ചുരുക്കം ചില ഭാഗ്യശാലികളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഈ ജീവിത സായാഹ്നത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കുവെക്കാനും അവരവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ആസ്വദിക്കാനും ഉണർവിൽ കൂടി അവസരം ലഭിക്കുന്നതും ഒരു ഭാഗ്യമായി കരുതാം. ഉണർവിൻ്റെ ആദ്യകാലങ്ങളിൽ വിശിഷ്ട അതിഥികളുടെ പ്രഭാഷണവും മറ്റും കഴിഞ്ഞ് കലാസാഹിത്യ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഏതാനും അംഗങ്ങൾ മാത്രമേ തയ്യാറായിരുന്നുള്ളൂ. എന്നാൽ പിൽക്കാലത്ത് ഒട്ടനവധി പ്രതിഭാശാലികളായ ഗായകരും നർത്തകികളും പ്രഭാഷകരും തങ്ങളുടെ കലാസാഹിത്യ പ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നതോടുകൂടി ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രം തുടർന്ന് വന്ന പരിപാടികൾ വൈകുന്നേരം 4 മണി വരെ നീട്ടിയെങ്കിലും ചിലർക്കെങ്കിലും അവരവരുടെ സർഗവാസനങ്ങൾ അവതരിപ്പിക്കാൻ സമയം തികയാതെ വരികയും ചെയ്യുന്നു. ആയതിനാൽ നമുക്കൊരു സ്വയം നിയന്ത്രണം ആവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു. ഞാൻ ഒരു കവിയോ ഗായകനോ അല്ല, എങ്കിലും കഴിഞ്ഞ 56 വർഷങ്ങളായി ഒട്ടനവധി കഥകളും ലേഖനങ്ങളും എഴുതി വിവിധ മാധ്യമങ്ങളിൽ പ്രകാശനം ചെയ്തു വരികയാണെന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. 4 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. എനിക്കും എന്തെങ്കിലും കഥയോ ലേഖനങ്ങളോ അനുഭവക്കുറിപ്പുകളോ എല്ലാ മാസവും അവതരിപ്പിക്കാനുണ്ടാകും. എന്നാൽ ഒരു വർഷത്തിൽ 4 തവണയിലധികം ഞാൻ അതിനൊന്നും മുതിരാറില്ല. മറ്റുള്ളവർക്കും അവസരം കൊടുക്കണമല്ലോ. അതിനാൽ പങ്കെടുക്കുന്ന മാസങ്ങളിൽ എല്ലാം തങ്ങളുടെ പ്രോഗ്രാം അവതരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം മാറ്റിവെച്ച് ഒന്നിടവിട്ട മാസങ്ങളിൽ തങ്ങളുടെ പരിപാടികൾ അവതരിപ്പിച്ചാൽ മറ്റുള്ളവർക്കും കൂടി അവസരം ലഭിക്കും. ഉണർവിന് കൃത്യമായി എല്ലാ മാസവും പങ്കെടുക്കുന്നുണ്ടെങ്കിലും 25% അംഗങ്ങൾ ഒരു പരിപാടിയും അവതരിപ്പിക്കാൻ സ്റ്റേജിൽ കയറാറില്ല. അങ്ങനെയുള്ളവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കാൻ ഉതകും വിധം എന്തെങ്കിലും ക്വിസ് പ്രോഗ്രാമോ കളികളോ
കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഉചിതമാകുമെന്ന് കരുതുന്നു. മാസത്തിൽ ഒരു ദിവസം മാത്രമേ നാം പ്രോഗ്രാം അവതരിപ്പിക്കാറുള്ളൂ. എങ്കിലും അത് ചിട്ടയായി നടത്താൻ ഏറെ അധ്വാനം സംഘാടകർക്ക് വേണ്ടി വരുന്നു. മനുഷ്യസഹജമായ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അതിനെ പെരുപ്പിച്ചു കാണാതെ കുറ്റപ്പെടുത്താതെ സഹകരിച്ച് മുന്നോട്ട് പോവുക. ഒട്ടേറെ അനുഭവസമ്പത്തുള്ള നമുക്കിടയിൽ അറിയാതെ വരുന്ന കുറവുകൾ ക്ഷമിച്ചില്ലെങ്കിൽ, അത്ര അനുഭവസമ്പത്തില്ലാത്ത പുതുതലമുറ നമ്മോട് ക്ഷമ കാണിച്ചില്ലെങ്കിൽ നമുക്കവരെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ. ഉണർവിനെ ഉണർവാക്കിയ ഒട്ടനവധി മഹാരഥന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ കാലയളവിൽ ഉണർവിന് ജന്മം നൽകിയ ശ്രീമതി ടി രാധാമണി, ശ്രീ PS രാജശേഖരൻ, തുടർന്ന് പോറ്റി വളർത്തിയ വൈലോപ്പള്ളി ഭവൻ സെക്രട്ടറിമാരായ സർവശ്രീ വിളക്കുടി രാജേന്ദ്രൻ, ബാലകിരിയാത്ത്, പ്രൊഫസർ കാർത്തികേയൻ നായർ, ശ്രീ PS പ്രിയദർശൻ, PS മനേഷ എന്നിവർക്കും കോർഡിനേറ്റർമാരായ സർവശ്രീ M രവീന്ദ്രൻ, G വേണുഗോപാലൻ നായർ, KP വേണുഗോപാലൻ നായർ, കൺവീനർമാരായ ഡോക്ടർ KN മുരളീധരൻ നായർ, M മുകുന്ദൻ എന്നിവർക്കും ഇപ്പോഴത്തെ കൺവീനർമാരായ ശ്രീമതി മേഴ്സി ടീച്ചർക്കും രമേശ്വരദാസിനും ഉണർവിന് പൂർണ്ണ സഹകരണം നൽകിയിരുന്ന വൈലോപ്പള്ളി ഭവൻ ജീവനക്കാരായ ശ്രീമതി ആനി, ശ്രീ വേണു, ഷാജി, ജിജി തുടങ്ങിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും തുടർന്നും ഞാൻ 67 വയസ്സുകാരനായി നിങ്ങളുടെ എല്ലാം മുൻപിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. श्रीमती धनलक्ष्मी के राव, श्रीमती अनिता चंद्रन, श्रीमती देवी नायर, എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു ചേച്ചി ഇവിടെ ഉണ്ട്, ബീന എന്നാണ് പേര്. പിന്നെ ബാക്കി എല്ലാവരും ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളവരും എൻ്റെ ബന്ധുക്കളും ഒക്കെയാണ്. താങ്ക് യു വെരി മച്ച്. ഞാനൊരു പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും ആ പാട്ട് കേട്ടിട്ടേ പോകാം കേട്ടോ. ശ്രീനിവാസൻ്റെ ഈ ചിത്രം ഞാൻ എടുത്തത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഒരു അവാർഡ് ദാന ചടങ്ങുമായി വന്നപ്പോഴാണ്. 1986 മുതൽ കലാകൗമുദി ഗ്രൂപ്പിൻ്റെ ഫിലിം മാഗസിൻ എന്ന ചലച്ചിത്ര പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ 22 വർഷം സേവനം അനുഷ്ഠിച്ചു. എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഞാനെടുത്ത ശ്രീനിവാസൻ്റെ ഒരു ചിത്രം ഫിലിം മാഗസിൻ കവർ ചിത്രമായി അടിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാതെ പോയി. ഇന്ന് അദ്ദേഹവും ഞങ്ങളോടൊപ്പമില്ല. പലപ്പോഴും തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞങ്ങൾ പരസ്പരം കളിയ തമാശകൾ പറയുമായിരുന്നു. ശ്രീനിവാസിന്റെ മരണത്തിന് മീന കൃഷ്ണ. വെളിച്ചമാണ്, പ്രകാശമാണ്. അന്ന് ലോകത്ത് മുഴുവൻ ഇരുട്ട് കൂടാതെ ഏവർക്കും എൻ്റെ ക്രിസ്മസ് ഏരിയയിലെന്ന് പറഞ്ഞു ശശിധരൻ നായർ, KN. ശ്രീലത, റോസമ്മ, സുഭാഷ്, പ്രസന്നകുമാർ, ശ്രീദേവി നായർ, കോമള ശിവൻ, വേണുഗോപാൽ, വിജയമ്മ, സുകുമാർ ജി, അമ്മിണി, പ്രജാപതി നായർ, രാജശേഖരൻ.
BBS. അനിത ചന്ദ്രൻ. എൻ്റെ പേര് അശോകൻ തിരുമല. Jingle all the way, forward, forward, is right, not stop and try. Jingle bell, jingle all the way, forward, forward, is right, one horse open high. ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു സ്ഥിതിയായിരുന്നു ക്രിസ്തുദേവന്റെ ജന്മസമയത്ത്. ഒരു കല്ലടാവിലാണ് ജനിക്കുന്നത്, വിദൂരത്ത് ആണ് ജനിക്കുന്നത്, സ്വന്തം വീട്ടിലല്ല. അവിടെ ജനിച്ചപ്പോൾ വേറാരും സഹായത്തിനില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരു കുറെ ആട്ടിടയന്മാർക്ക് മാത്രമാണ് യേശുവിനെ ഒന്ന് കാണുവാൻ ഒരവസരം കിട്ടുന്നത്. അത്ര വിശുദ്ധമായ ഒരു ജനനമായിരുന്നു കർത്താവ് യേശുവിന്റെ ജനനം. അതുപോലെ വേറൊരു കല്ലറയിൽ തന്നെ അടക്കം ചെയ്ത് അവിടുന്ന് വീണ്ടും ജനിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് എന്താ കാര്യം? രാവിലെ കുറിച്ച് ജനന ദിവസം മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ, മറ്റാർക്കും ജനന ദിവസം ആഘോഷിക്കുന്നില്ല. മറ്റുള്ളതെല്ലാം ഓർമ്മ ദിവസങ്ങളാണ് നടക്കുന്നത്. എവിടെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾ കാരുണ്യത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ട് വേണം. Jingle all the way, forward, forward, is right, not stop and try. Jingle bell, jingle all the way, forward, forward, is right, one horse open high. പെണ്ണെ നിൻ കൈ പിടിച്ച് കാവ് ചുറ്റണ നേരം ചിന്നക്കട പെരിയ കട സിന്ദൂരക്കട കാണാം, കുപ്പിവള വാങ്ങാം, ചിപ്പിവള വാങ്ങാം, നീ സോപ്പ് ചീപ്പ് വാങ്ങാം, സോപ്പ് ചീപ്പ് വാങ്ങാം. മാർക്കഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. പെണ്ണെ നിൻ കൈ പിടിച്ച് കാവ് ചുറ്റണ നേരം ചിന്നക്കട പെരിയ കട സിന്ദൂരക്കര കേറ, കുപ്പിവള വാങ്ങാം, കയ്യാട്ടിക്കലേക്ക് വാങ്ങാം, പിന്നെ സോപ്പ് ചീപ്പ് വാങ്ങാം, സോപ്പ് ചീപ്പ് വാങ്ങാം. ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു സ്ഥിതിയായിരുന്നു ക്രിസ്തുദേവന്റെ ജന്മസമയത്ത്. ഒരു കല്ലടാവിലാണ് ജനിക്കുന്നത്, വിദൂരത്ത് ആണ് ജനിക്കുന്നത്, സ്വന്തം വീട്ടിലല്ല. അവിടെ ജനിച്ചപ്പോൾ വേറാരും സഹായത്തിനില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരു കുറെ ആട്ടിടയന്മാർക്ക് മാത്രമാണ് യേശുവിനെ ഒന്ന് കാണുവാൻ ഒരവസരം കിട്ടുന്നത്. അത്ര വിശുദ്ധമായ ഒരു ജനനമായിരുന്നു. മകനായി പണ്ടൊരു കുറച്ച് സമയം ഇരിക്കുമ്പോൾ ശ്വാസത്തിന്റെ പ്രശ്നം. ഞാൻ രാധാമണി. ഇല്ലിമുളങ്കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ
പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ എല്ലിമുളം വൻ വിജയമാണ്. കാരണം നമ്മൾ നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരലുള്ള പാവാടക്കാരി. അന്നു നിന്റെ മിഴിയാകുമലർ പൊയ്കയിൽ കണ്ണിനാവിലരെ എന്നും ഇറങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ, പൂപറിക്കാൻ വന്നില്ലെങ്കിൽ, പാലോളി പുഞ്ചിരിമായും പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരലുള്ള പാവാടക്കാരി. ദൈവപുത്രൻ പിറന്നുവെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു, ദൈവപുത്രൻ പിറന്നുവെന്ന്. അപ്പൊ പത്താടി പോലെ നരച്ചൊരു മഞ്ഞണി പട്ടുളയാടയിൽ വിലസുന്ന മാരിവില്ലോ तो इसी तरह से मेरी जिंदगी में शामिल है. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ചിരിച്ചോണ്ട് ൂർഗമാ